കണ്ടങ്ങള് രാഹുൽ ഗാന്ധിനെയാണ് ഈ കാണിക്കുന്നത്. ഇവിടെ ജനാധിപത്യം ലംഘിക്കപ്പെടുന്നിടത്തെല്ലാം ചോദ്യങ്ങൾ ഉയരണം. ജനാധിപത്യം ലംഘിക്കപ്പെടുന്നിടത്തെല്ലാം ചോദ്യങ്ങൾ ഉയരണം എന്ന് രാഹുൽ ഗാന്ധി പറയണം. അദ്ദേഹത്തെ പോലീസ് വലിച്ചയച്ച് ഇപ്പോ കസ്റ്റഡിയിൽ വെച്ചിരിക്കണം, അറസ്റ്റ് ചെയ്തിരിക്കണം എന്നുള്ള വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയെയും അതുപോലെ വലിച്ചയച്ചു. ഇങ്ങനെ തുടങ്ങി പ്രതിഷേധിക്കുന്ന ജന്തർ മന്ദിറിലും, അതായത് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ അനീതി, ഈ നാട്ടിലെ ഭാവി തലമുറയെ തകർക്കുന്ന, അവരുടെ വിദ്യാഭ്യാസത്തെ തകർക്കുന്ന, അവരുടെ ഭാവി ജീവിതത്തെ തകർക്കുന്ന അത്രയും കിരാതമായ നടപടി ഉണ്ടായിട്ട്, വലിയ അഴിമതി ഉണ്ടായിട്ട്, അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ആ മന്ത്രി രാജിവെക്കണം, അതിന് കൂട്ടുനിന്ന സകലമാന ആളുകളെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ള വളരെ ന്യായമായ ആവശ്യത്തെ CJP എന്ന് പറയുന്ന പാർട്ടി അത് ശക്തമായ പ്രതിഷേധത്തിന് ഇന്നലെ അവരെ തല്ലിച്ചതക്കണ രംഗം നമ്മളെല്ലാവരും കണ്ടു. അതായത് ജനാധിപത്യ സംവിധാനത്തിന്റെ മേലെ BJP സംഘപരിവാര ഭരണകൂടം അവരുടെ പോലീസിനെയും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ, വിദ്യാർത്ഥികളെ തല്ലിച്ചതക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഇന്ന് നോക്കൂ, ജനപ്രതിനിധിയാണെന്നോ രാഹുൽ ഗാന്ധി ആണെന്നോ പ്രിയങ്ക ഗാന്ധി ആണെന്നോ എന്നൊന്നും നോക്കാതെ അത്രമേൽ ക്രൂരമായ നടപടിയാണ് ജനനേതാക്കന്മാർക്കെതിരെ ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാരെ പോലും, മന്ത്രിമാരെ പോലും അറസ്റ്റ് ചെയ്യുന്നതിൽ യാതൊരുവിധ ദയയും ദാക്ഷിണ്യവും ഇല്ലാതെയാണ് ഈ പ്രവൃത്തിയൊക്കെ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് വെല്ലുവിളിയാണ്. ഇത്തരം അടിച്ചമർത്തലുകൾ കൊണ്ടൊന്നും തന്നെ ഈ രാജ്യത്തിന്റെ പ്രതിഷേധങ്ങളെ നിലക്ക് നിർത്താമെന്ന് ആരും വ്യാമോഹിക്കണ്ട. ഇത് ഇന്ത്യ രാജ്യമാണ്. ഇത് സംഗതി പുടുത്തം വിടാൻ വേണ്ടി പോവാണ്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ അടിച്ചമർത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും, എത്ര ആളുകൾ അവരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെ മുഴുവനും ആ കോലത്തിൽ അടിച്ചമർത്തി ജയിലിലിട്ടാൽ ജയിൽ നിറക്കൽ സമരമായിരിക്കും ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് കാരണമാകാണ്. നോക്കൂ, വലിയ വലിയ നേതാക്കന്മാർക്ക് പോലും ഞാൻ MP ആണ്, ഞാൻ MLA ആണ്, ഞാൻ മന്ത്രിയാണ് എന്ന് പറഞ്ഞിട്ട് പോലും അതൊന്നും ഇവിടെ നടക്കൂല എന്നുള്ള ധാർഷ്ട്യത്തിലാണ് ഇവിടെ പോലീസുകാർ. അവർക്ക് നെയിം ബോർഡ് പോലും ഇല്ലാതെ ഇന്നലെ കുട്ടികളെയും വിദ്യാർത്ഥികളെയും തല്ലിച്ചതക്കുന്നത് നമ്മൾ കണ്ടു. ഇന്ന് MP-മാർക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്ക് പോലും അതിൽ യാതൊരുവിധ രക്ഷയില്ല. അപ്പൊ ഇവരുടെയൊക്കെ മനോഭാവം, ഇവരുടെയൊക്കെ ഭരണത്തിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമ്മൾ ആലോചിച്ചു പോവുകയാണ്. ഏതായാലും ശക്തമായ പ്രതിഷേധം അറിയിക്കാൻ ഇവിടെ സ്മൈലി ചിഹ്നം ഇടുന്ന സംഘികളുണ്ട്. അവരോട് പറയാനുള്ളത്, നിങ്ങൾക്കും മക്കളുണ്ട്. ഈ രാജ്യത്ത് അവരുടെ ഭാവി എന്താണ്? ഇങ്ങനെ ചോദ്യപേപ്പർ ചോർച്ചയൊക്കെ നടത്തിയിട്ട് അവനാന് വേണ്ടവർക്ക് ചോദ്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ഭാവിയാണ് നിങ്ങളുടെയൊക്കെ മക്കൾക്കുള്ളത് എന്നുള്ള സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്മൈലി ചിഹ്നിട്ട് വരുമോ? ഇത് രാജ്യം നേരിടുന്ന, ഭാവി തലമുറ നേരിടുന്ന ഏറ്റവും വലിയ സങ്കീർണമായ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിന്റെ തകർച്ചയ്ക്ക് കാരണക്കാരായ ആളുകൾക്കെതിരെയുള്ള പ്രതിഷേധമാണ്. അതിന് കാരണക്കാരായത് ഇന്നാലിന്ന ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ പ്രതിഷേധം നടക്കുമ്പോൾ നിങ്ങളിടുന്ന ഈ സ്മൈലി കേവലം രാഷ്ട്രീയ പാപ്പരത്വം മാത്രമാണ്. ഏതായാലും രാഹുൽ ഗാന്ധിയും CJPയും അതിൽ ഒരു രാഷ്ട്രീയ ഭേദമന്യേ അതിൽ എല്ലാ വിധത്തിലുള്ള പിന്തുണയും പ്രഖ്യാപിക്കുന്നു. ഈ വലിച്ചയക്കലും ഈ അറസ്റ്റിനോടും ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്.